പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, കോവിഡിൻ്റെ ഈ മഹാമാരിയിലൂടെ നാം കടന്നു പോകുമ്പോഴും പരിശുദ്ധ സഭ പ്രത്യാശ നൽകുന്ന ദിവസങ്ങളിലൂടെ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. സഹനത്തിലൂടെ രക്തസാക്ഷിത്വം സ്വീകരിച്ച അപ്പോസ്തലന്മാരുടെ ജീവിതം സ്ലീഹാ നോമ്പിലൂടെ നാം ആഘോഷിച്ചു. ഇപ്പോൾ നാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ശൂനോയ് നോമ്പിൻ്റെയും 8 നോമ്പിൻ്റെയും ദിവസങ്ങളിൽ പ്രത്യാശയോടെ കാത്തിരിക്കുകയാണ്. സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ വാടിപ്പോകാതെ തളർന്നു പോകാതെ സ്വർഗം നൽകിയ സമ്മാനമാണ് നമുക്ക് വിശുദ്ധ കുർബാനയും പരിശുദ്ധ അമ്മയും. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വന്തമാക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും പ്രതീക്ഷയിൽ ജീവിക്കാൻ, നമുക്ക് പ്രത്യാശയിൽ ജീവിക്കാൻ ഈ കോവിഡ് കാലഘട്ടത്തിൽ സാധിക്കും. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 30 മുതൽ 44 വരെയുള്ള തിരുവചനങ്ങൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു മിശിഹ തൻ്റെ അടുക്കിലേക്ക് വന്ന ജനത്തിനു വേണ്ടി അപ്പം വർദ്ധിപ്പിച്ച വേദഭാഗമാണ്. നമുക്കറിയാം, പരിശുദ്ധ സഭയിൽ പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷം ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന സുവിശേഷ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് അപ്പം വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതെന്തിനാണ് ഏറ്റവും കൂടുതൽ ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ ഒരു കാര്യമേ ഉള്ളൂ. സത്യത്തിൽ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 1-ാം തിരുവചനത്തിലും ഹെബ്രായ ലേഖനം 2-ാം അധ്യായം 1-ാം തിരുവചനത്തിലും പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഒരു കാര്യം വീണ്ടും ആവർത്തിക്കുന്നത് അത് വിശ്വാസത്തിൻ്റെ വർധനവത്തിലും കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ യേശുക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യവർഗത്തോട് ആവശ്യപ്പെടുന്നത് ഈ അപ്പമായി ബന്ധപ്പെട്ട ഒരു ജീവിതമാണ്. ഈ അപ്പമായി ബന്ധപ്പെട്ട ജീവിതം, യേശുവിൻ്റെ അപ്പം വർധനവ്, യേശു അപ്പം വാഴ്ത്തുന്നത്, യേശു അപ്പം മുറിക്കുന്നത്, അപ്പവുമായി ബന്ധപ്പെട്ട് സുവിശേഷ ഭാഗങ്ങളെല്ലാം നമ്മൾ ധ്യാനിച്ചു കഴിയുമ്പോൾ അത് പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും ജീവൻ്റെ അനുഭവം നമുക്കുണ്ടാകുന്നത് കാണാൻ സാധിക്കും. ഇവിടെ യേശു ശുശ്രൂഷ ചെയ്ത് ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ അപ്പോസ്തലന്മാരോട് പറയുകയാണ്, നമുക്കൊന്ന് അക്കരയ്ക്ക് പോകാം. അങ്ങനെ അവർ വെള്ളത്തിലൂടെ അക്കരയ്ക്ക് ചെന്ന് വിശ്രമിക്കാൻ ചെന്നപ്പോൾ ജനം അവർക്ക് മുമ്പേ കരയിലൂടെ ചെന്ന് യേശുവിൻ്റെ സാന്നിധ്യത്തിൽ എത്തുകയാണ്. 6-ാം അധ്യായം അതിൻ്റെ 34-ാം തിരുവചനം, ജനങ്ങൾ കരവഴി ഓടി അവർക്ക് മുമ്പേ അവിടെ എത്തി. അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു, അവരോട് അവന് അനുകമ്പ തോന്നി. നമുക്ക് ഈ ഭാഗത്തെ പലതരത്തിൽ വ്യാഖ്യാനിക്കാം. ഇത് സഭയുമായി ബന്ധപ്പെടുത്തി പറയാം, ബലിപീഠമായി ബന്ധപ്പെടുത്തി പറയാം, കുടുംബമായി ബന്ധപ്പെടുത്തി പറയാം. ഇതെല്ലാം കർത്താവ് ആഗ്രഹിക്കുന്നതാണ്. കുടുംബത്തിൻ്റെ നാഥൻ കരുണയുള്ളവനായിരിക്കണമെന്ന സന്ദേശം, തൻ്റെ അടുക്കിലേക്ക് വരുന്നവരോട് കരുണ കാണിക്കണമെന്ന സന്ദേശം എല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. നമുക്ക് ധ്യാനിക്കാനായിട്ടുള്ള ഒരു കാര്യം ഇതാണ്, യേശുവിന് ജനത്തോടുള്ള മനോഭാവം. സ്നേഹമുള്ളവരെ, ഒരു ദേവാലയത്തിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുന്നതിൻ്റെ ആവശ്യകത നമുക്കറിയാം. ആരാണ് ദേവാലയത്തിൽ പോകുന്നത്? ഗതികെട്ടവൻ മാത്രമാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? നന്ദി പറയാൻ മാത്രമാണെന്ന് ചിന്തിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഒരു ദേവാലയത്തിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരണമെങ്കിൽ ദൈവം അവനെ ആകർഷിക്കണം. ദൈവം ആകർഷിക്കാതെ ഒരിക്കലും ഒരു വ്യക്തിക്കും ദേവാലയത്തിനടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല. ഇനി വന്നാൽ തന്നെ ദേവാലയം എന്തിനാണ്? അപ്പം കൊടുക്കുന്ന ആലയമാണ് ദേവാലയം. അവിടെ യേശുവിൻ്റെ ശരീരവും രക്തവുമാണ് വിഭജിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ സംഭവം ഒരു ദേവാലയവുമായി ബന്ധപ്പെടുത്തി നാം ധ്യാനിക്കുമ്പോൾ യേശുക്രിസ്തു ഒരു ദേവാലയത്തിലേക്ക് കടന്നു വരുന്നവൻ്റെ മനോഭാവം ഇവിടെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. എനിക്ക് അവരോട് കരുണ തോന്നി. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്ന ഒരു ബലിപീഠത്തിൻ്റെ മുമ്പാകെ, വിശുദ്ധ കുർബാന ആഘോഷിക്കപ്പെടുന്ന ഒരു ദേവാലയത്തിൽ നീ പ്രവേശിക്കുമ്പോൾ
ദൈവത്തിന് നിന്നോടുള്ള മനോഭാവം എന്ന് പറയുന്നത് കരുണ മാത്രമാണ്. മറ്റൊന്നിനും ദൈവം നിന്നെ ദേവാലയത്തിലേക്ക് ആകർഷിക്കുന്നില്ല. നീ തളർന്ന് നിൻ്റെ ജീവിതത്തിൽ ആഹാരം ലഭിച്ച് വളരാൻ വേണ്ടിയിട്ടാണ് ആലയത്തിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ ഒരു ബലിപീഠത്തിന് മുമ്പാകെ നമുക്ക് പോയി നിൽക്കുമ്പോൾ പല കുറ്റബോധങ്ങളുണ്ടാകും. ഞാൻ ഇന്ന് പാപം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന് കുമ്പസാരിച്ചിട്ടില്ല, ഹൂസോയോ അനുഭവിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കിന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്കിന്ന് ഞാൻ പല പാവങ്ങളും മുഴുകിയിട്ടുണ്ട്, അല്ലെങ്കിൽ ക്ഷമിക്കാനുണ്ട്, അല്ലെങ്കിൽ ഇന്ന് ലേറ്റായിട്ടാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാനിന്ന് കുർബാനയ്ക്ക് വന്നപ്പം ആകെ അസ്വസ്ഥനാണ്, അല്ലെങ്കിൽ ഇന്നലത്തെ യാത്രാക്ഷീണം ഉണ്ടായിരുന്നു. പല കാരണങ്ങളും നമ്മൾ ഒരു ബലിപീഠത്തിൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ പറയാറുണ്ട്. നമ്മൾ പല കാരണങ്ങൾ പറഞ്ഞ് ബലിപീഠത്തെയും ബലിയെയും വിശുദ്ധ കുർബാനയും ആലയത്തെയൊക്കെ അസ്വസ്ഥപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. എന്നാൽ സ്നേഹമുള്ളവരെ, യേശു അങ്ങനെയല്ല നമ്മൾ കാണുന്നത്. യേശുവിൻ്റെ അടുക്കിലേക്ക്, അവൻ്റെ ബലിപീഠത്തിലേക്ക് വരുന്നവനോട് അവൻ എപ്പോഴും കരുണ മാത്രമാണുള്ളത്. ആ കാരുണ്യം നമ്മളിലേക്ക് വർഷിക്കപ്പെടാനാണ് അവൻ നമ്മളെ ആകർഷിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ദേവാലയത്തിൻ്റെയും ബലിപീഠത്തിൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ എന്നോട് കരുണ കാണിക്കണം കർത്താവേ എന്ന് പറയുന്നവനാണ് യഥാർത്ഥത്തിൽ ആ ബലിപീഠത്തിൽ അപ്പത്തിന് യോഗ്യനായിത്തീരുന്നത്. ഇത് യേശുവിന് ജനത്തോടുള്ള മനോഭാവമാണ്. ഇനി രണ്ടാമത്തേതൊരു കാര്യം, ഈ സുവിശേഷ ഭാഗത്തിൽ ഈ അപ്പം കൊടുക്കാൻ ഈ ജനത്തോട് കരുണ കാണിക്കുന്ന കർത്താവ് ആവശ്യപ്പെടുന്നത് ശിഷ്യന്മാരോടാണ്. അപ്പോൾ ദേവാലയത്തിൽ രണ്ട് കൂട്ടരുണ്ട്. ഒന്ന്, അപ്പം കൊടുക്കാനും കരുണ കാണിക്കാനും കാത്തിരിക്കുന്ന കർത്താവ്, കാരുണ്യം തേടി വരുന്ന ജനം. രണ്ടാമത്തെ വിഭാഗം ക്രിസ്തുവിനോട് കൂടിയിരിക്കുന്നവരും ജനത്തിന് ആവശ്യമായ ആഹാരം കൊടുക്കാൻ വിളിക്കപ്പെട്ടവരുമാണ്. അത് ശിഷ്യന്മാരാണ്. യേശുവിൻ്റെ കൂടെ നടന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി, അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ മനസ്സിലാക്കി ഈ ശിഷ്യ സമൂഹത്തിൽ കർത്താവ് പറയുന്നു അവർക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പോൾ ഇതിൽ നിന്ന് ശിഷ്യന്മാരുടെ മനോഭാവം നമ്മൾ വായിച്ചെടുത്താൽ അവർക്ക് കരുണയുണ്ട്. പക്ഷേ ഈ കരുണയുടെ ഉത്തരവാദിത്വം അത് വിജന സ്ഥലങ്ങളിലായതുകൊണ്ട് അവർക്ക് ദൂരസ്ഥലങ്ങളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാനുള്ളത് പറഞ്ഞു വിട്ടേക്കണം. റിസ്ക് ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല, പക്ഷെ കരുണയുണ്ട്. സഭയുടെയും നമ്മുടെയൊക്കെ ശുശ്രൂഷാ ജീവിതത്തിലൊക്കെ നമുക്ക് എല്ലാവരോടും കരുണ കാണിക്കണമെന്ന് വലിയ ആഗ്രഹമാണ്. നാട് നന്നാക്കണമെന്ന് ആഗ്രഹമുണ്ട്, കരുണ കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ചാരിറ്റി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ലോകം മുഴുവൻ പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ഇത് ശിഷ്യന്മാർക്കും ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ മനോഭാവം എന്തായിരുന്നു? ഈ റിസ്ക് എങ്ങനെ ഒന്നുകിൽ ജനത്തിൻ്റെ തലയിൽ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ കർത്താവിൻ്റെ തലയിൽ വെച്ച് കൊടുക്കാം. ഇതായിരുന്നു അവരുടെ നിലപാട്. അപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കണം. ശിഷ്യന്മാർക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കാൻ സാധിക്കും? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ അപ്പം കൊടുക്കുക എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം വിശുദ്ധ കുർബാനയുടെ സൂചകങ്ങളാണ്. യേശുക്രിസ്തു അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തത് ശിഷ്യന്മാർ കണ്ടിട്ടുണ്ട്. അവൻ അപ്പം വർദ്ധിപ്പിക്കുമ്പോൾ അതിൻ്റെ മുൻപിലോ അതിൻ്റെ പിന്നിലോ ദൈവവുമായിട്ടുള്ള ഗാഢമായൊരു ബന്ധത്തിൽ നിന്നുകൊണ്ട് ഒരു ആരാധനയുടെ, ഒരു ശുശ്രൂഷയുടെ, വ്യക്തിപരമായൊരു പ്രാർത്ഥനയുടെ, ഒരു ദൈവമഹത്വത്തിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് മാത്രമാണ് യേശു അപ്പം വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ തൻ്റെ ദേവാലയത്തിലേക്ക് വരുന്ന ഒരു ബലിപീഠത്തിൻ്റെ മുമ്പാകെ കടന്നു വരുന്ന ഏത് വ്യക്തിക്കും അപ്പം കൊടുക്കാൻ അവിടുത്തെ ശുശ്രൂഷകൻ എന്ന നിലയിൽ, അത് പൗരോഹിത്യമായിരിക്കാം, ഇടവക ജനമായിരിക്കാം, ഉത്തരവാദിത്തപ്പെട്ടവന് കടമയുണ്ടെന്ന സത്യം ഈ സുവിശേഷത്തിലൂടെ കർത്താവ് പറയുന്നു. നിങ്ങളൊരു സ്ഥലത്തൊരു ദേവാലയം പണിതിട്ടുണ്ടെങ്കിൽ, ഒരു ആലയം ജനത്തിനു വേണ്ടി നിങ്ങൾ തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ, പള്ളി പണിതതുകൊണ്ട് മാത്രം നിങ്ങളുടെ ഉത്തരവാദിത്വം തീർന്നിട്ടില്ല. അവിടെ കടന്നു വരുന്ന ഓരോ വ്യക്തിയോടും എനിക്ക് കാരുണ്യം മാത്രമാണുള്ളത്. അവൻ്റെ ഒരു കാര്യം ഞാൻ നോക്കത്തില്ല. ദേവാലയത്തിലേക്ക് വരുന്നവനോട് ഞാൻ കരുണ മാത്രമാണ് കാണിക്കുക. ആ കാരുണ്യം എന്ന് പറയുന്നത് അവന് ഭക്ഷണം കൊടുക്കണം. അവൻ്റെ ഭക്ഷണം എന്താണെന്നുള്ളത് പലതരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ആ ഉത്തരവാദിത്വം ശിഷ്യന്മാർക്കാണുള്ളത്. അപ്പോൾ ഒരു ദേവാലയത്തിൻ്റെ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം ഉള്ളൊരു വ്യക്തിയാണ് ഞാനെങ്കിൽ, പുരോഹിതനായിരിക്കാം, ട്രസ്റ്റി ആയിരിക്കാം, കമ്മിറ്റിക്കാരനായിരിക്കാം, ഇടവകാംഗമായിരിക്കാം, സമാജംകാരനായിരിക്കാം, യൂത്തുകാരനായിരിക്കാം, ആരുമായിക്കോട്ടെ, ആ ദേവാലയത്തിൽ വരുന്ന ഏത് വ്യക്തിയോടും കർത്താവ് കാരുണ്യമാണ് കാണിക്കുന്നതെങ്കിൽ അതിൻ്റെ ശിഷ്യൻ എന്ന നിലയിൽ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വിളിക്കപ്പെട്ടവനാണ് ഞാൻ. ഈ സത്യം, ഈ സുവിശേഷമാണ് ഓരോ ദേവാലയത്തോടും കർത്താവ്
പറയുന്നത്, ആജ്ഞാപിക്കുന്നത്, ചെയ്തു കാണിക്കാൻ പറയുന്നത്. ഇന്ന് പലരും പറയുന്നു കുർബാനയില്ല, ഓൺലൈനിലായതുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ന് ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കുർബാനയില്ല. നമ്മുടെ ദേവാലയത്തിൻ്റെ പരിപാടി തീർന്നൊന്നും ധ്യാനിക്കരുത്, ചിന്തിക്കരുത്. അതല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് പറയുകയാണ്, എനിക്ക് ഈ ഭൂമിയിൽ എല്ലാവരോടും കാരുണ്യം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ കാരുണ്യത്തിൽ അപ്പം കൊടുക്കണമെങ്കിൽ ശിഷ്യന്മാരുടെ ഉത്തരവാദിത്തമാണ് അത് അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കുക. യേശു എന്താണ് ഇവിടെ പറഞ്ഞത്? നിങ്ങളാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് കർത്താവ് പറയുന്ന ഒരു മനോഹരമായ വാക്ക് അതിനകത്തുണ്ട്. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുപ്പിൻ. എന്നിട്ട് അവൻ പറഞ്ഞു, നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട്? ചെന്ന് നോക്കുവിൻ. അവർ ചെന്നു നോക്കിയിട്ട് പറഞ്ഞു, 5 അപ്പവും 2 മീനും. ആശയങ്ങൾ നമ്മുടെ ഉള്ളിൽ ഒത്തിരിയുണ്ട്. ചെയ്തു കൂട്ടാനും പറഞ്ഞു കൂട്ടാനും ആശയങ്ങൾ നമുക്കുള്ള കാലഘട്ടമാണ്. പ്രത്യേകിച്ച് സൈബർ മേഖലകളിലും ഇങ്ങനെ എഴുതാനും പറയാനും ആക്രമിക്കാനും നമുക്കിന്ന് പറ്റുന്നൊരു കാലഘട്ടമാണ്. സ്നേഹമുള്ളവരെ, ക്രിസ്തു പറയുന്നത് അധ്വാനിച്ച് വേണം അപ്പം കൊടുക്കാൻ. വല്ലവൻ്റെയും കയ്യിൽ കിട്ടുന്ന അപ്പം എടുത്ത് ട്രാൻസ്ഫർ ചെയ്യാൻ മാത്രമല്ല കർത്താവ് പറഞ്ഞത്. അന്വേഷിച്ച് കണ്ടെത്തി അർഹതപ്പെട്ടവൻ്റെ അപ്പം മതി കർത്താവിന്. എല്ലാവരുടെയും അപ്പമൊന്നും കർത്താവിന് വേണ്ട. അർഹതപ്പെട്ടവൻ്റെ അപ്പം അർഹതപ്പെട്ടവൻ്റെ കയ്യിലേക്ക് കൊടുക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ഏൽപ്പിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം. ഇനി ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണവുമായി ബന്ധപ്പെട്ട് യേശുവിൻ്റെ വിശുദ്ധ കുർബാന സ്ഥാപനവുമായി ബന്ധപ്പെട്ട സുവിശേഷ ഭാഗങ്ങളാണ് ഈ അപ്പം വർദ്ധനം. യേശു യഥാർത്ഥത്തിൽ അപ്പം വർദ്ധിപ്പിച്ചതും ജനത്തിന് തൃപ്തി വിളിച്ചു കൊടുത്തതും എപ്പോഴാണെന്നറിയാമോ? അവൻ ആദ്യം മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് അപ്പം വാങ്ങി പിതാവാം ദൈവത്തിനെ വാഴ്ത്തിയിട്ട് ജനത്തിന് കൊടുത്തു. ജനത്തെ പന്തിയായിട്ടിരുത്തി അവർക്ക് സമൃദ്ധമായ ഭക്ഷണം കൊടുത്തു. എന്നാൽ അവൻ്റെ അവസാന മണിക്കൂറുകളിൽ ഈ ലോക ജീവിതത്തിൽ നിന്ന് അവൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകാനായപ്പോൾ, യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായം ആരംഭിക്കുന്ന അങ്ങനെയാണ്. അവൻ ചെയ്തൊരു കാര്യമുണ്ടായിരുന്നു. അവൻ അത്താഴത്തിന് ഒരുങ്ങിയപ്പോൾ തൻ്റെ എല്ലാ അപ്പോസ്തലന്മാരെയും ചേർത്ത് വിളിച്ചു. അപ്പം കൊടുക്കാൻ വിളിക്കപ്പെട്ട അപ്പോസ്തലന് മാത്രമാണ് കർത്താവ് വിശുദ്ധ കുർബാനയുടെ ആദ്യ സ്ഥാപനത്തിൽ പങ്കാളിത്തം കൊടുത്തുള്ളൂ. നമ്മൾ ഈ അപ്പം എന്ന് പറയുന്നത് ഭൗതികമായ കുറേ നേട്ടങ്ങളെക്കുറിച്ച് മാത്രമല്ല. യേശുക്രിസ്തു എല്ലാവർക്കും മാതൃക കാണിച്ചു കൊടുത്ത് അവസാനം അപ്പം വർദ്ധിപ്പിക്കേണ്ട രഹസ്യം തൻ്റെ ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതെപ്പോഴെന്നറിയാമോ? അവൻ തൻ്റെ ശരീരമാകുന്ന അവൻ അപ്പം എടുത്തിട്ട് പറഞ്ഞു, ഇത് എൻ്റെ ശരീരമാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുകയാണ്, ഇത് എൻ്റെ രക്തം, ഈ കാസ, ഈ പാനപാത്രം, ഇത് ലോകത്തിന് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ രക്തം, ജീവന് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ രക്തമാണ്. അപ്പോൾ ഒരപ്പം മുറിച്ച് അത് 12ആയി വിഭജിച്ചു കൊടുത്ത് ആ 12 പേരെയും തൃപ്തിപ്പെടുത്തി അവരോട് പറയുകയാണ്, ഇനി നിങ്ങൾ അപ്പമാണ്. അപ്പം എവിടെയെങ്കിലും വർദ്ധിപ്പിക്കണമെങ്കിൽ അപ്പമായ നിങ്ങൾ മുറിയപ്പെടണം. അപ്പമായ നിങ്ങൾ മുറിയപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ, മുറിഞ്ഞ അപ്പം മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, ഏതപ്പമാണെങ്കിലും അത് മുറിച്ചിട്ടേ നമ്മൾ കഴിക്കുകയുള്ളൂ. വലിയ ദോശ, മസാല ദോശ പോലെ അല്ലെങ്കിൽ വലിയൊരു അപ്പം നമ്മളിതൊന്നും ഒറ്റയടിക്ക് ആരെക്കൊണ്ടും കഴിക്കാൻ പറ്റത്തില്ല. മുറിച്ചിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അതിൻ്റെ ചാറിൽ മുക്കി രുചി നോക്കിയിട്ടാണ് ഭക്ഷിക്കുന്നത്. അപ്പോസ്തലന്മാരുടെ ശിഷ്യന്മാരോട് കർത്താവ് പറയുകയാണ്, നിങ്ങളപ്പം കൊടുക്കണം, പക്ഷേ ആ അപ്പം കൊടുക്കണമെങ്കിൽ മുറിയപ്പെടണമെങ്കിൽ അതിനൊരു മനസ്സുണ്ടാകണം, അതിനൊരു അന്വേഷണം ഉണ്ടാകണം, അതിനൊരു കാരുണ്യത്തിൻ്റെ മുഖമുണ്ടാകണം, അതിനുവേണ്ടി അധ്വാനിക്കണം. ഇത്രയും കാര്യങ്ങൾ ഒരു ശിഷ്യനുണ്ടെങ്കിൽ മാത്രമാണ് ദേവാലയത്തിൽ വരുന്നവനോട് കരുണ കാണിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊന്ന് പരിശോധിക്കാം. ഇന്ന് കുർബാനകളില്ലാത്തതുകൊണ്ട്, മീറ്റിങ്ങുകളില്ലാത്തതുകൊണ്ട്, അതല്ലെങ്കിൽ ഓൺലൈൻ വഴി ആയതുകൊണ്ട് ഇന്ന് കർത്താവില്ലാതായോ? സുവിശേഷമില്ലാതായോ? പ്രാർത്ഥനകളില്ലാതെയായോ? നമ്മുടെ ദേവാലയ സംവിധാനങ്ങൾ എന്ത് ചെയ്യും? നമ്മുടെ കൂട്ടായ്മകൾ എന്ത് ചെയ്യും? നമ്മുടെ ബലിയർപ്പണങ്ങൾ എന്ത് ചെയ്യും? നമ്മളിന്ന് ഈ ഓൺലൈൻ വഴി, സോഷ്യൽ മീഡിയ വഴിയാണ് നമ്മളിത് പലരും പകുതി നമ്മളിത് ആസ്വദിക്കുന്നത്. എന്നാൽ സ്നേഹമുള്ളവരെ, കൊറോണ ഇന്ന് വന്നു നാളെ മാറും.
നമ്മുടെ വിശ്വാസം നമുക്ക് നിലനിർത്താൻ സാധിക്കുമോ? വിശ്വാസം നിലനിർത്തണമെങ്കിൽ കരുണയുള്ളൊരു ഹൃദയവും അപ്പം കൊടുക്കാൻ മനസ്സുമുള്ളൊരു ശിഷ്യത്വ ഒരു ഗണവും നമ്മൾ ഇന്ന് വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. കൊറോണ കാലം കഴിഞ്ഞ് നമ്മുടെ മക്കളെ നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ കുഞ്ഞുങ്ങളെല്ലാം ഇപ്പോൾ ഓൺലൈൻ വഴി കയറിയിട്ട് പഠനത്തിന് വേണ്ടി നിന്നിട്ട് ബാക്കി ചിത്രങ്ങളിലേക്കും ചാനലുകളിലേക്കും മാറിക്കൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തു ബലിപീഠത്തിലേക്ക് വന്നവനെ നോക്കിയിട്ട് പറയുകയാണ്, അവർ ഇടയന്മാരില്ലാതെ ആടുകളില്ലാതെ വേദനിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളെ നോക്കി അവന് കരുണ തോന്നി, അവൻ്റെ ഹൃദയം അലിഞ്ഞു. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? സ്റ്റോക്ക് വല്ലതും ഉണ്ടോ? കൊറോണ കഴിഞ്ഞ് നമ്മുടെ പള്ളികളിൽ ചെല്ലുമ്പോൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ വല്ല അപ്പവും കയ്യിലുണ്ടോ? 5 അപ്പമെങ്കിലും ഉണ്ടോ? ഒരു 2 ചെറുമീൻ എടുക്കാനുണ്ടോ? വിശ്വാസം യേശുക്രിസ്തു ചോദിച്ചില്ലേ, മനുഷ്യപുത്രൻ തിരിച്ചു വരുമ്പോൾ വിശ്വാസമുള്ള ഒരുവനെങ്കിലും കാണാൻ പറ്റുമോ? അപ്പോൾ ഈ സുവിശേഷ ഭാഗം എത്രയോ ആഴമുള്ളതാണ്. നമ്മൾ അപ്പമായി തീരാൻ വിളിക്കപ്പെട്ടവരാണ്. അധ്വാനിക്കാതെ വല്ലതും കിട്ടി വല്ലതും കൊടുക്കുന്നൊരു ശുശ്രൂഷയല്ല ചാരിറ്റി എന്ന് പറയുന്നത്, സുവിശേഷം എന്ന് പറയുന്നത്. ജീവൻ കൊടുത്തിട്ടുള്ള ശുശ്രൂഷയാണ് സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷ വേല ജീവൻ കൊടുത്തിട്ടുള്ള ശുശ്രൂഷയാണ്. എങ്കിൽ മാത്രമേ അത് വളരുകയുള്ളൂ. യേശുവിന് എല്ലാ മനുഷ്യരോടും കരുണയുണ്ട്. പക്ഷേ അപ്പം കൊടുക്കാൻ വിളിക്കപ്പെട്ട അപ്പോസ്തലന്മാർ കിടന്നുറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, അപ്പം കൊടുക്കാൻ വിളിക്കപ്പെട്ട അപ്പോസ്തലന്മാർ അധ്വാനിക്കാതിരുന്നാൽ, അപ്പം കൊടുക്കാൻ വിളിക്കപ്പെട്ട അപ്പോസ്തലന്മാർ പറയുകയാണ് ജനത്തിൻ്റെ ഉത്തരവാദിത്തമാണ്, അവരുടെ കാര്യങ്ങളല്ലേ, അവർ സ്വർഗ്ഗത്തിൽ പോട്ട കാര്യമല്ലേ എന്ന് പറഞ്ഞ് അവർ മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ, ആ ജനത്തിന് വേണ്ടിയിട്ട് യേശുവിനോടൊപ്പം സഹകരിച്ചിട്ടില്ലെങ്കിൽ, നമ്മുടെ തലമുറയും നമ്മുടെ മക്കളും നഷ്ടപ്പെട്ടു പോകും. ഇന്ന് അപ്പോസ്തലന്മാരെന്ന് വിളിക്കപ്പെടുന്നത് നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൊറോണയുടെ കൊണ്ട് മാത്രമല്ല, നമ്മുടെ കയ്യിലൊന്നും ഇല്ലെന്ന് പറയുന്നത് കൊടുക്കാൻ. നമുക്ക് കൊടുക്കാൻ വേണമെങ്കിൽ അർപ്പിക്കാനുള്ളൊരു മനസ്സും ഹൃദയവും വേണം. യേശു അപ്പം വർദ്ധിപ്പിക്കാനുള്ള രഹസ്യം പഠിപ്പിച്ചത് ശിഷ്യന്മാരെ മാത്രമാണ്. ബാക്കി ആരെയും യേശു ക്രിസ്തു അപ്പം വർദ്ധിപ്പിച്ച ദിവസം കൂടെ നിർത്തിയില്ല. അവൻ അപ്പം വർദ്ധിപ്പിച്ചത് ഒരപ്പം എടുത്ത് ഇതെൻ്റെ ശരീരമെന്ന് പറഞ്ഞ് അത് വിഭജിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ ആസ്വദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ജീവനുണ്ടാകാൻ ഞാൻ നൽകുന്ന എൻ്റെ ശരീരം. ആ ഒരു മനോഭാവമുള്ളവനെയാണ് ഇന്നൊരു ക്രിസ്തു ശിഷ്യനായി കർത്താവ് കാണുന്നത്. അവനോടാണ് കർത്താവ് പറയുന്നത്. അല്ലെങ്കിൽ ഈ എരിവുള്ളവന് മാത്രം, ഈ ഒരു ബോധമുള്ളവന് മാത്രമേ ജനം നശിക്കുമ്പോൾ അവർക്ക് അപ്പം വേണമെന്ന തോന്നലുണ്ടാവുകയുള്ളൂ, ചിന്തയുണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ഈ കാലഘട്ടം ഇങ്ങനെയായിപ്പോയി. കർത്താവിനറിയാം, സാരമില്ലെന്ന് പറഞ്ഞ് കണ്ണടച്ചിട്ട് നമ്മളൊക്കെ കരുണ തോന്നുന്ന കർത്താവിൻ്റെ ശിഷ്യന്മാരെന്ന നിലയിൽ തിരിഞ്ഞു നടക്കുന്ന ശിഷ്യന്മാരായി മാറും. യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് ആദ്യം കരുണയുണ്ടായിരുന്നു, പക്ഷെ അധ്വാനിക്കാൻ അവർക്ക് മനസ്സുണ്ടായിരുന്നില്ല. യേശു പക്ഷെ അങ്ങനെയല്ല ചെയ്തത്. അവൻ അധ്വാനിക്കുകയും ചെയ്തു, കരുണ കാണിക്കുകയും ചെയ്തു. അവൻ ശിഷ്യന്മാർക്ക് മാതൃകയായി തൻ്റെ ശരീരം വിഭജിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ ക്രിസ്തീയ വിശ്വാസം നിലനിൽക്കണമെങ്കിൽ ഓരോ ദിവസവും നമ്മുടെ വിശ്വാസം തകർന്നുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. സഭാ കേസുകളുടെ വഴക്ക് ഒരു ഭാഗത്തിലൂടെ, സഭയിൽ നിന്ന് ആളുകൾ വിട്ടുപോകുന്ന മറുഭാഗത്തോടെ, ആരാധനയിൽ പങ്കെടുക്കാൻ പറ്റാത്തതിൻ്റെ വിഷമങ്ങൾ വേറെ, ലൗകികതകൾ ഒരു ഭാഗത്ത് കൂടുന്നത് തകർച്ചയുടെ മറ്റൊരു ഭാഗമായിട്ട്, ഏതെല്ലാം തരത്തിലാണ് നമ്മുടെ സുവിശേഷങ്ങളും നമ്മുടെ വിശ്വാസ മേഖലകളും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിലനിർത്താൻ സാധിക്കണമെങ്കിൽ അപ്പമായി മാറാൻ കഴിയുന്ന ഒരു ശിഷ്യനെ കർത്താവിന് ആവശ്യമുണ്ട്. അത് കുടുംബത്തിലാകാം, സഭയിലാകാം. കാരുണ്യത്തിലൂടെ തൻ്റെ അടുക്കിലേക്ക് വരുന്നവർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്ന ഒരപ്പമായി തീരുവാൻ നമുക്ക് ഈ ദിവസങ്ങളിൽ സാധിക്കുമോ? അതാണ് പെന്തിക്കോസ്തിക്ക് ശേഷം അപ്പോസ്തലന്മാരുടെ കാലഘട്ടം എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ സഭ ഏറ്റവും കൂടുതൽ പ്രഘോഷിക്കുന്നത് ഈ ഒരു സന്ദേശമാണ്. നിങ്ങൾ ജനത്തിന് അപ്പമായി തീരുക, നിങ്ങൾ ജനത്തിന് ആഹാരം നൽകുക. സ്നേഹമുള്ളവരെ, നമുക്ക് ഈ ഭൂമിയിൽ ഒരു കൊച്ചു ജീവിതം മാത്രമേ ഉള്ളൂ. അത് മറ്റുള്ളവർക്ക് ആഹാരമായി തീരണം. പക്ഷേ അതിന് സമർപ്പണത്തിൻ്റെ, സഹനത്തിൻ്റെ ഒരു വലിയ ജീവിതം കാഴ്ചവെച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. യേശു തൻ്റെ അപ്പോസ്തലന്മാർക്ക് അപ്പമായി തീർന്നതുപോലെ ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ ജീവിത പങ്കാളിക്കും മക്കൾക്കും വേണ്ടി പറയാൻ സാധിക്കണം. ജീവിത പങ്കാളിയോട്, ഇത് നിനക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്ന എൻ്റെ ശരീരമാണ്. മക്കളോട്, ഇത് നിനക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്ന എൻ്റെ ശരീരമാണ്. അങ്ങനെ പറയുന്ന ഒരപ്പൻ പിതാവായ ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ കണ്ണോടുകൂടി വരുന്നവന്
ഭക്ഷണം കൊടുക്കുന്നവനാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ സംഭവം സഭയുടെയും കുടുംബത്തിൻ്റെയും അർത്ഥമാണ്. ഒരു കുടുംബത്തിലേക്ക് ദൈവം തന്ന മക്കൾ അവർ കുടുംബത്തിലേക്ക് വരുമ്പോൾ അവരോട് കരുണ കാണിക്കാൻ ദൈവം എപ്പോഴും തയ്യാറാണ്. ഈ ഭൂമിയിൽ ഒരു ജന്മം കൊടുത്തൊരു ജീവിതത്തോട് കർത്താവ് കരുണ കാണിക്കുന്നു. എന്നാൽ ആ കരുണ കാണിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന കുറേ പേരുണ്ട്. അത് അപ്പനായിരിക്കാം, അമ്മയായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം. അവരെ കർത്താവ് വിളിക്കുന്ന പേരാണ് ശിഷ്യർ. അവരോട് പറയുന്നത് നിങ്ങൾ കൊടുക്കണം. പക്ഷെ കൊടുക്കണമെങ്കിൽ ഇതാ യേശു കാണിച്ചു തന്ന മാർഗം നമുക്കൊരു വഴിയായി തീരണം. അവൻ അധ്വാനിച്ച് ആ അപ്പം പിതാവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് വാഴ്ത്തി ദൈവത്തിന് ഇഷ്ടപ്പെട്ട ജീവിതം നയിച്ചപ്പോൾ അത് മുറിക്കപ്പെട്ടു, കുരിശിക്കപ്പെട്ടു. പക്ഷേ അത് മറ്റുള്ളവർക്ക് ആഹാരമായി തീർന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മറ്റുള്ളവർക്ക് ആഹാരമായി തീരുവാൻ ഈ സുവിശേഷങ്ങൾ വഴി നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ കാലയളവിൽ മറ്റുള്ളവർക്ക് ആഹാരമായി തീരുവാൻ കർത്താവ് തൻ്റെ ദേവാലയത്തിലേക്ക് വരുന്ന എല്ലാ വ്യക്തിയോടും കാണിക്കുന്ന കാരുണ്യം പോലെ എൻ്റെ അടുക്കിലേക്ക് വരുന്നവരെയും എന്നെ ഏൽപ്പിച്ചവരോടും കരുണ കാണിക്കുവാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.